ഐ എം സോറി. ഈ ചാൾസ് സാർ ഉണ്ടല്ലോ മ്യൂട്ടൊന്നും ചെയ്യില്ലടാ, അതാണ് പറ്റിയത്. എന്താണ്? ഖുദാഫിസ്. ഫോണ് ഞാൻ. മിസ് എന്താ വിചാരിച്ചേ? ഫുള്ള് ഫുള്ള് കിട്ടില്ല. ഞാൻ ഒന്നും വിചാരിച്ചില്ല. പോയടാ, രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വന്നേക്കണേ. തുടങ്ങാം. ഓക്കെ Charles sir. Yes. In diabetic patients with high blood glucose level, the urine sample also consists of high levels of glucose. This is mainly because in the nephron, glucose is not reabsorbed back into the blood. Give 2 reasons why reabsorption does not take place. എന്താ പറയുന്നത്? ഡയബറ്റിക് പേഷ്യൻസിന് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉള്ളവരിലെ യൂറിനിലും ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് റീഅബ്സോർബ്ഡ്. 2 റീസൺ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദ സെയിം കൈൻഡ് ഓഫ് ഒരു റീസൺ വരും ഇതിന്. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, കിട്ടിയോ? Could not takes place as there already excess glucose in the blood. If it did, just add into the already excess glucose. Good, very good. ആരാ ആൻസർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബെനിറ്റോ, വെരി ഗുഡ് ബെനിറ്റോ. ചോദിക്കാം നമുക്ക്. യെസ്, ഹാൻഡ് റൈസ് ചെയ്യോടാ അറിയുന്നവര്. കൈൻഡ് ഓഫ് എ സെയിം ആൻസർ വരില്ലേ? യെസ്, സൂരജ്. യെസ് സൂരജ്, പറയൂ. വാട്ട് ഹാപ്പൻസ്? എന്നാലും ആൻസർ പറഞ്ഞോടാ, അറിയുന്നല്ലേ. കൈൻഡ് ഓഫ് സിമിലർ ആൻസർ. ഓക്കെ, യെസ് ജിയ. യെസ് ജിയ, പറയൂ. ജിയ പോയി. അടുത്ത ആള് അസ. യെസ് അസ, പറയൂ. Why reabsorption will not be taking place? എന്താ? ഓക്കെ, അടുത്തതാരാ? ആഷ്ലിൻ. യെസ് ആഷ്ലിൻ, പറയൂ. വൈ? യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. എടാ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വെള്ളത്തിനകത്ത് നമ്മൾ ഗ്ലൂക്കോസിനെ മിക്സ് ആക്കുവാണ്. ആൻഡ് ലൈക്ക് ഈ വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ട്രാൻസ്ഫോമിങ് ഇൻ ടു യൂറിൻ. ബേസിക്കലി ഹാപ്പനിങ് വാട്ട് എവർ പ്രോസസ് ഇസ് ഹാപ്പനിങ് ഇസ് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് 3 നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഓസ്മോസിസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇത് 3 നടക്കുന്നുണ്ട്.
അപ്പത്തേക്ക് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി ബ്ലഡിനകത്ത് ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിനെയാണ് കളയാൻ വേണ്ടിയിട്ട് വി ഹാവ് ബ്രോട്ട് ഇൻ ടു ദ കളക്ടിങ് ഡക്ട് ആൻഡ് മിക്സ്ഡ് വിത്ത് വാട്ടർ. ഇതിന് നമ്മൾ ഇൻ ബിറ്റ്വീൻ വെച്ച് അതിനെ റീഅബ്സോർബ് ചെയ്ത് എന്ത് പറ്റും, ബ്ലഡിനകത്ത് ഓൾറെഡി ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്യൂബ്യൂളിലോട്ട് കൊടുത്തതായിരുന്നു ഈ ഗ്ലൂക്കോസിനെ. നൗ ഇഫ് യു ആർ റീഅബ്സോർബിങ് ഇറ്റ് വിൽ ബി അഗൈൻ ഗോയിങ് ബാക്ക് ടു ബ്ലഡ്. പക്ഷെ അതങ്ങനെ സംഭവിക്കത്തില്ല അല്ലേ, അത് റീഅബ്സോർബ് ചെയ്യത്തില്ല. ഓൾറെഡി ബ്ലഡിനകത്ത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. ഇനി ഇവിടെ നിന്നും കൂടെ റീഅബ്സോർബ് ചെയ്ത എക്സസീവ് ഗ്ലൂക്കോസ് ആവും. വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ലൈക്ക് ഉണ്ടായിരുന്ന ഈ എക്സസീവ് ഗ്ലൂക്കോസ് ലെവലിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഅബ്സോർബ് ചെയ്യാതെ അതിനെ യൂറിനിൽ കൂടെ പുറത്തോട്ട് കളയുന്നത്. സോ ദാറ്റ് we will be able to reduce the quantity of glucose that was present in blood. മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും, റീഅബ്സോർബ് ചെയ്യുമ്പോൾ വീണ്ടും എക്സസീവ് ആവുക അല്ലെ, ഉണ്ടായിരുന്ന സാധനം വീണ്ടും അവിടെ തന്നെ തിരിച്ചെത്തുക. സോ ദാറ്റ്സ് നോട്ട് വാട്ട് വി നീഡ്. അപ്പൊ അതുകൊണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾ 9th പഠിച്ചിട്ടില്ലേ, ആ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കൂടെ വരും കേട്ടോ. അറിയത്തില്ലേ, നമ്മൾ എനർജി യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡ്, ഫ്രം ലോവർ ടു ഹയർ പോകുന്ന ഒരു സംഭവം, അതും കൂടെ വരും കേട്ടോ. ദാറ്റ്സ് ലൈക്ക് കുറച്ച് ടഫർ ആയിട്ടുള്ള ഒരു സൈഡ്, അത് അറിയണ്ട, പക്ഷെ ഓർത്ത് വെച്ചേക്കുക, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. കുറച്ചു പേർക്കെങ്കിലും അറിയുമായിരുന്നോ? ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ യു നോ, ബിക്കോസ് നമ്മൾ മുമ്പ് പഠിച്ചതിനകത്ത് ഇത് തന്നെയല്ലേ, ഓസ്മോസിസ് ഡിഫ്യൂഷൻ, ആ ഒരു കാര്യം തന്നെയല്ലേ. യാ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, terrestrial animals use lungs to breathe while aquatic animals like fishes use gills to absorb dissolved oxygen in water. Frogs are organisms that can survive both in water and on land. How does a frog acquire oxygen while it is underwater? And why do aquatic animals have a higher breathing rates than terrestrial animals? ബ്രീത്തിങ് ചെയ്യുന്നതിനകത്ത് പലർക്കും പല സിസ്റ്റംസും പല മെക്കാനിസംസും ആണ്. അതിൽ ഫ്രോഗിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എൻ ആംഫിബിയൻ, സോ ബേസിക്കലി ഇറ്റ്സ് ഏബിൾ ടു സർവൈവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് ഓൺ വാട്ടർ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്, വാട്ടറിനകത്തായിരിക്കുമ്പോൾ ഇറ്റ് ഇസ് ഏബിൾ ടു അക്വയർ ഓക്സിജൻ. And why the breathing rate is different while it is in water and is in like a terrestrial habitat? എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. വെരി ഗുഡ്. യെസ്, എന്റെ ആൻസർ എല്ലാവരും പറഞ്ഞ ശരിയാ. ബി പറയൂ, ബിന്റെ ആൻസറും പറയൂ, ചാറ്റ് ബോക്സിൽ ഇടൂ. കഴിഞ്ഞവർ ആൻഡ്രൈസ് ചെയ്തോ കേട്ടോ. ഐ വിൽ ആസ്ക്. Very good, Pranav. Good. എല്ലാവരുടെ ആൻസർ കൊള്ളാലോ. അയാൻ, സായിക്ക് ആൻസർ അയച്ചു കൊടുക്കോ ചാൽ സർ. ആൻസർ എഴുതൂ. Why I always instinct to you to write the answer is because when you write it becomes perfect. When you think you lose points. That's like ഒരു ബേസിക് സൈക്കോളജി ആണ്. പക്ഷെ that's the right thing. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പോയിന്റ് ഉണ്ടാവും, പക്ഷെ അത് എഴുതിയാൽ മാത്രമേ പോയിന്റ് വരുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി ലോസ്റ്റ് ഇൻ ടു തിൻ എയർ. അതുകൊണ്ട് എഴുതി പഠിക്കുക. I'm not like repeat, write and write and write. No, എഴുതുക, ചെക്ക് ചെയ്യുക. Then after some time you will be forgetting about this question. Again എഴുതുക, ചെക്ക് ചെയ്യുക കേട്ടോ. Yeah, very good Anam. That's a good point to spot. ചോദിക്കാം. Yes. Ilham. Yes, Ilham. Why does this how does this frog acquire oxygen when it is underwater? The frogs acquire water through skin. Skin. And the respiration of like that kind of a respiration is called? അറിയില്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഈ സ്കിന്നിൽ കൂടെ എങ്ങനെയാ റെസ്പയർ ചെയ്യുമ്പോഴത്തേക്കും നടക്കുന്ന പ്രോസസ് ഏതാ? എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു പ്രോസസ് ഇല്ലേ, ആ പ്രോസസ് ഏതാ? ഈ അണ്ടർ വാട്ടറിൽ സ്കിന്ന് ത്രൂ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ് എന്താ? എന്ത് കൈൻഡ് ഓഫ് റെസ്പിറേഷൻ?
ഓക്കെ, മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും നമ്മൾ കേട്ടോ. യെസ്. വാട്ട് ഈസ് ദ റെസ്പിറേഷൻ മെത്തേഡ് കോൾഡ്? That's what I said. Cutaneous respiration കേട്ടോ. അതിന് നമ്മൾ ക്യൂട്ടേനിയസ്, സ്കിന്ന് ത്രൂ മോയ്സ്റ്റ് ആയിരിക്കും സ്കിന്ന്, ആ സ്കിന്ന് ത്രൂ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്ടറിനെ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഈ പറഞ്ഞ പോലെ ലൈക്ക് ക്യൂട്ടേനിയസ് അയ്യോ കളി ഇല്ല ചാൾസ് സർ, ക്യൂട്ടേനിയസ് മെയിൻ ആൻസർ പറഞ്ഞിട്ടില്ല ചാൾസ് സർ. ചാൾസ് സാറിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹിസ് ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഫ്രോഗിന് അണ്ടർ വാട്ടർ ആയിരിക്കുന്ന സമയത്ത് അതിന് റെസ്പയർ ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ത്രൂ സ്കിൻ, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ക്യൂട്ടേനിയസ് ഒക്കെ എഴുതിയാൽ നല്ലൊരു ആൻസർ ആവും. അപ്പൊ അതുകൊണ്ട് കേട്ടോ. സെക്കൻഡ് വൺ ഇസ് ലൈക്ക് വൈ ഡു അക്വാട്ടിക് ആനിമൽസ് ഹാവ് എ ഹയർ ബ്രീതിങ് റേറ്റ് വെൻ കമ്പയർഡ് ടു ടെറസ്ട്രിയൽ വൺസ്? Why do aquatic animals have higher breathing rate? പറയൂ. സായിനോട് സായി ചോദിക്കാൻ പറയുന്നു, അപ്പൊ നമുക്ക് സായിനോട് ചോദിക്കാം. യെസ് സായി പറയൂ. Okay, very good, super. ടെറസ്ട്രിയലിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഹെയർ അറൗണ്ട് us, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ബ്രീതിങ്ങിനുള്ള എയർ കിട്ടുന്നുണ്ട്. പക്ഷെ the amount of air or amount of oxygen dissolved in water is very much less. ഒത്തിരി ലെസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ in order to like an aquatic animal, if it needs to meet its oxygen requirements, അത് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഒത്തിരി തവണ ബ്രീത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. That is why when we compare the breathing pattern of an aquatic animal and a terrestrial animal, aquatic animalന്റെ breathing rate കുറച്ചും കൂടെ കൂടുതലായിരിക്കും. breathing rate will be more high. കേട്ടോ, കൂടുതലായിരിക്കും. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഇതേമാതിരത്തെ സെയിം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലൈക്ക് നമുക്കായിരിക്കോ അതോ ഫിഷിനായിരിക്കോ ബ്രീത്തിങ് കൂടുതൽ വരണത്? ആർക്കായിരിക്കും കൂടുതൽ വരിക? നമുക്കായിരിക്കോ ഫിഷിനായിരിക്കോ ബ്രീതിങ് കൂടുതൽ വരിക? നമ്മൾ ഓർ ഫിഷ് കേട്ടോ, സെയിം വാട്ടറിലായത് കൊണ്ടിട്ടാണ്. ദ പോയിന്റ് ഇസ് ലൈക്ക് amount of oxygen in water is very less compared to the oxygen when what we have in our air. കേട്ടോ, യാ. അതുകൊണ്ട് നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കുറവ്, അവരുടെ ബ്രീത്തിങ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. എഴുതിയല്ലോ അല്ലേ? യാ. അടുത്ത ചോദ്യം. വാ. There are different nutrients required by the human body. These are in three major categories of carbohydrates, fats and proteins, apart from vitamins and minerals and roughages. Question A. Digestion of nutrient R happens in the stomach. Identify R. Question number B is like, name the reaction that helps in the easy absorption of fat and oils in your diet. Then C is like, what is the difference in the type of medium required for digestive enzymes to function in the stomach and small intestine? What is the difference in the type of medium? In the type of medium ആണ് ലൈക്ക് ആ ഒരു ഡിഫറൻസ് സ്റ്റൊമക്കിലും സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള മീഡിയത്തിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യാ. യു കോപ്പി ഡൗൺ. ABC എഴുതൂ, മറ്റേത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. I had this question in my pre-board. This was on my pre-board today. Oh, I'm late. Alana. Oh. എടാ എന്നുവെച്ചാൽ എബിനെ നീ എഴുതിയോ? എബിനും പിന്നെ ആരാണെന്ന് അറിയൂല പേര്. ആർക്കാ പ്രീ ബോർഡിൽ വന്നേ? ബെനിറ്റോ എഴുതിയോ? ജിയ എഴുതിയോ? അപ്പൊ ജിയോട് ചോദിക്കാം അല്ലേ ആൻസർ? ഇല്ല, ഇപ്പൊ ചോദിക്കല്ലേ. എനിക്ക് അറിയാം. ഗുഡ്. വെരി ഗുഡ് ലിയ. എടാ അൻസൽ വന്നില്ലടാ ഇന്ന്. അൻസൽ ഹാൻഡ് റൈസ് ചെയ്തടാ. വന്നില്ലേ? ഓക്കെ,
കഴിഞ്ഞോ? അയ്യോ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സാ കേട്ടോ, വെരി ഈസി ആൻസർ. എടാ വെനെവർ ഐ എം ഷോയിങ് ആൻസർ വിൽ ബി ലൈക്ക് വൺ ലൈക്ക് വേർഡ് ചിലപ്പോൾ, പക്ഷെ അത് നിങ്ങൾ സെന്റൻസിൽ എഴുതണം കേട്ടോ. ഞാനിപ്പോൾ സെന്റൻസിലൊക്കെ എഴുതി ഒത്തിരി വലുതാവുമല്ലോ, കുട്ടികൾ വായിക്കണ്ടല്ലോ അത്രയെന്ന് വിചാരിച്ചിട്ടാണ് പോയിന്റ് മാത്രം എഴുതുന്നത്. യു ഷുഡ് റൈറ്റ് സെന്റൻസസ് ഓൾവേസ്. ആഹിലെ വടി വേണോ? യു നീഡ്? വേണമെങ്കിൽ ഞാൻ പാർസൽ അയക്കാം, ഞാൻ പാരന്റിനെ വിളിച്ച് പറയാം. ലാസ്റ്റ് മിനിറ്റ്സിൽ ആരാ തെറ്റിക്കുന്നത്? ആഹില്, അവനോടാണ് ഞാൻ ചോദിക്കുന്നത്. ചാൽ സർ, ഞാൻ അവനോട് ദേഷ്യപ്പെട്ട് വരുമായിരുന്നു, ചിരിപ്പിച്ചാളോ ഞാൻ ചാൽ സർ. ഈ ചാൽ സാറിന്റെ ഒപ്പം കൂടി എന്റെ ബുദ്ധി കുറയുന്നുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക്. ആഹിൽ, യു വിൽ ബി സേയിങ് ദ റൈറ്റ് ആൻസർ, എന്നിട്ട് ഞാൻ പറയത്തുള്ളൂ കേട്ടെ. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. താടിക്ക് കൈ കൊടുത്ത് നീ ഇങ്ങനെ ഇരുന്നോ. അമ്മേ എന്തൊക്കെയാണിത്. ഓക്കെ, വി വിൽ ആസ്ക്. നടക്കൂ ആഹിൽ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ആരടാ? ആൻലിയ. യെസ്, ആൻലിയ. ഓക്കെ, വിച്ച് ഇസ് എ ന്യൂട്രിയന്റ് ആർ? പ്രോട്ടീൻ. വെരി ഗുഡ്. ആഹിലേക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ, പോയോ അവന്? എടാ പ്രോട്ടീൻ ആണ്. വെരി ഗുഡ് ആൻലിയ. കാരണം നിങ്ങൾ ഒന്ന് അവിടെ വായിച്ചു നോക്ക്. ദ ഡൈജഷൻ ഓഫ് ദിസ് ന്യൂട്രിയന്റ് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് സ്റ്റൊമക് അല്ലേ? അപ്പൊ അതുകൊണ്ട് ദാറ്റ് മീൻസ് ലൈക്ക് ഈ ന്യൂട്രിയന്റിന്റെ ഡൈജഷൻ സ്റ്റൊമക്കിൽ നടക്കണമെങ്കിൽ സ്റ്റൊമക് ഷുഡ് ബി ഹാവിംഗ് സംതിങ് വിച്ച് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. സ്റ്റൊമക്കിനകത്തുള്ളത് എന്താ? ദർ ആർ 3 things: HCl, മ്യൂക്കസ് ആൻഡ് പെപ്സിൻ. HClന്റെ റോൾ ഇതൊന്നും അല്ല, ഒരാളും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. HCl മ്യൂക്കസ് ഒരാളും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? പെപ്സിൻ. സോ അതുകൊണ്ട് തന്നെ ആർ എന്ന് പറഞ്ഞ ന്യൂട്രിയന്റ് വിൽ ബി പെപ്സിൻ. Okay, then your second question, name the reaction that helps in the easy absorption of fat and oils in your diet. അയ്യോ അതൊരു പ്രോസസ് ആണ്, ഓർമ്മയുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? സഖ്വാൻ. മക്കളെ ഏത് പ്രോസസ്? ഇമൾസിഫിക്കേഷൻ അല്ലേ? ഫാറ്റിന്റെ മോളിക്യൂളിനെ, ചങ്കിനെ നമ്മൾ ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് what we call as emulsification. Fat will be made it into small pieces that helps in the like easier ആയിട്ടുള്ള digestion. Very good, Zakwan. Last question, what is the difference in the type of medium in the stomach and small intestine? Stomachil ഇപ്പോ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടും. ആരാ? അധർവ്. യെസ് മക്കളെ. stomachil acidified medium, alkaline medium, bile. Yes, very good. Super. സ്റ്റൊമക്കിൽ HCl ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് അസിഡിക് മീഡിയം ആൻഡ് നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മളുടെ ബൈലൊക്കെ കാരണം എന്തായിരിക്കും? ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള മീഡിയം ആയിരിക്കും. ദീസ് ആർ ദ 2 different conditions which we have in both our small intestine and stomach. മൂന്നിന്റെയും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഇന്ന് ചെയ്ത എല്ലാത്തിന്റെ ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേടാ. ഇന്ന് ചെയ്ത എല്ലാത്തിന്റെയും ആൻസർ കിട്ടി. Okay, good. Madhav, Kelvin, Ashlyn, Alena, Ishika, Srishivan. Okay, very good. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോണ്ടെക്സ്റ്റ് യു ഷുഡ് റീഡ്. കോൺസെപ്റ്റ് ഒന്നും കൂടെ വായിക്കുക, തറവാക്കുക. ആൻഡ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്, ഒരു 1 week കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദ്യം ഉത്തരവൊക്കെ മറന്നു. എന്നിട്ട് അപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ okay. Now we'll go for your homework. I'll show you the homework. Give reason the 2 question ആണ്. കുറെ നാളായി give reason ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ബോർഡ്സിന് വന്നിട്ട്, so you should prepare for that. കാരണം ഒരു 2 mark 3 മാർക്കിനൊക്കെ ഇതുപോലെ ഇപ്പൊ ഇത് 2 മാർക്കിന്റെ ആണ്. 2 give reasons അവിടത്തേക്കുന്നത്, ഒരു റീസണിന് 1 മാർക്ക് അങ്ങനെയാണ്. അപ്പൊ ചിലപ്പോൾ 3 മാർക്കിന്റെ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് give reason ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. This is your homework today. സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആണിത്. ഓക്കെ, യാ, ഐ ഹോപ്പ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് വൈൻഡ് ചെയ്യാം. ആൻഡ് വിൽ ഗോ ഫോർ എക്സാം. റെഡി അല്ലേ? ഹോർമോൺസ്,
tropic movements, brain, neuron, everything. Yeah, okay. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.